Hello friends, welcome to my channel. സർവവും സൂര്യനാൽ. Sun, the ultimate source എന്ന ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോഷ്യൽ സയൻസ് 2 ആണ്. സോഷ്യൽ സയൻസ് 2 ജോഗ്രഫിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതിന്റെ വർക്കും ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിനി പുതിയ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ അന്തരീക്ഷ താപന പ്രക്രിയകൾ ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് ഭൗമവികിരണമാണ്. Conduction, convection and advection are confined to the near atmosphere of the earth. But the atmosphere is heated mainly by terrestrial radiation. Important points ഒക്കെയാണ് കേട്ടോ എഴുതിയെടുക്കണേ. ഇതൊക്കെ പല ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സൗരവികിരണവും ഭൗമവികിരണവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? What is the difference between insolation and terrestrial radiation? സൗരവികിരണം ഹ്രസ്വതരംഗ രൂപത്തിലായതിനാൽ അന്തരീക്ഷത്തിൽ ആഗിരണം ചെയ്യപ്പെടാതെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നു. ഭൗമവികിരണത്തിലൂടെ താപം ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നത് ദീർഘതരംഗ രൂപത്തിലാണ്. സൗരവികിരണം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിക്കുന്നു, എന്നാൽ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നത് ഭൗമവികിരണമാണ്. The incoming solar radiation is called insolation. Insolation is in the form of short waves. The surface of the earth is heated by insolation, but terrestrial radiation is in the form of long waves. The atmosphere is heated mainly by terrestrial radiation. സൗരവികിരണം പകൽ സമയത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഭൗമവികിരണം പകൽ സമയത്ത് ചെറിയ തോതിൽ ഉണ്ടാകുന്നുവെങ്കിലും ഇവിടേക്കുള്ള സൗരവികിരണം അവസാനിക്കുന്നതോടെയാണ് ഭൗമവികിരണം ത്വരിതഗതിയിലാകുന്നത്. The incoming solar radiation, insolation, take place only in the daytime. Due to the absence of insolation, terrestrial radiation mostly occur at night. ഓക്കെ, ഇനി നോക്കൂ, ഭൗമവികിരണം രാത്രി കാലങ്ങളിലാണ് കൂടുതലും സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? Why does terrestrial radiation occur mostly at night? ആൻസർ നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം കേട്ടോ. നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങൾക്ക് സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. Gases such as carbon dioxide, methane, ozone, etc. can absorb the terrestrial radiation and retain the temperature of the atmosphere. എന്തുകൊണ്ടാണ് ഭൗമോപരിതലം കൂടുതൽ ചൂടാകുകയോ കൂടുതൽ തണുക്കുകയോ ചെയ്യാത്തത്? അതിന്റെ കാരണം ഹീറ്റ് ബഡ്ജറ്റ് ആണ്, താപ സന്തുലനം. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബഡ്ജറ്റ്. The balance between insolation and terrestrial radiation is called heat budget. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള വിവരണവും നമ്മൾ കണ്ടിരുന്നു അല്ലെ. ആകെ വരുന്ന സൗരവികിരണത്തെ 100% നമുക്ക് എടുക്കാം, 100 യൂണിറ്റ്. അതിൽ അന്തരീക്ഷം 35% പ്രതിഫലിപ്പിക്കുന്നു. ബാക്കി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണാൻ മുഴുവൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിന്റെ അളവ് 35 യൂണിറ്റ് ആണ്. എനർജി റിഫ്ലക്റ്റഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ 35 യൂണിറ്റ്. ബാക്കി കൃത്യമായിട്ടുള്ള കണക്ക് വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി തന്നെയാണ്. അതുപോലെ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് 51%. ജസ്റ്റ് നോക്കി വെക്കാം. ഇനി ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഭൗമോപരിതലം കൂടുതൽ ചൂടാകുകയോ കൂടുതൽ തണുക്കുകയോ ചെയ്യാത്തത്? അതിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ, താപസന്തുലനം. അപ്പൊ താപസന്തുലന പ്രക്രിയ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിന്റെ ഉത്തരവ് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. ഒക്കെ ഞാൻ അവസാനത്തേക്ക് ഓർഡർ ചെയ്ത് വെച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഒരു പ്രവർത്തനം കൂടി തന്നിട്ടുണ്ട്. ആ ഒരു ചിത്രം നോക്കിയിട്ട് താപസന്തുലനത്തെ പറ്റി ഒരു കുറിപ്പും തയ്യാറാക്കണം. അതും വീഡിയോയുടെ അവസാനം നോക്കാം. ആൻഡ് ഇവിടെ നോക്കൂ, താപം, താപനില, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. താപം, ഹീറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. ഓക്കെ, താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ.
Which is the instrument used to measure temperature? ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്, താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു അല്ലെ. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റ്, സെന്റിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ്, ഈ അളവാണ് അതിൽ കാണിക്കുന്നത്. നമ്മളത് കാണുകയും ചെയ്തു ക്ലാസ്സിൽ. ഇനി കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. കാലാവസ്ഥാ നിരീക്ഷകർ സൂര്യോദയത്തിന് തൊട്ട് മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായി പരിഗണിക്കുന്നത്. The minimum temperature is taken just before the sunrise and it is from the weather condition at 2 p.m. that the meteorologists measure the maximum temperature of a day. Okay, അപ്പോൾ കൂടിയതും കുറഞ്ഞതും എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഭൂമിയിലെത്തുന്ന സൗരവികിരണം തീക്ഷ്ണമാകുന്നത് ഉച്ചയോടെയാണ്, തുടർന്ന് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ആ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ എടുക്കുന്നത്. ഭൗമവികിരണം ഏകദേശം അവസാനിക്കുമ്പോൾ മാത്രമാണ് ഭൂമിയും അന്തരീക്ഷവും തണുക്കുന്നത്. അതിനാലാണ് സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. The maximum intensity of the incoming solar radiation is at 12 noon, but the maximum temperature of the atmosphere is felt at about 2 p.m. because it takes about 2 hours to heat the atmosphere by the terrestrial radiation. Similarly, atmospheric temperature decreases very slowly and it continues up to just before sunrise. That is why the maximum and minimum temperatures are being recorded at 2 p.m. and just before sunrise respectively. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. The maximum and minimum temperatures are being recorded at 2 p.m. and just before sunrise respectively. Why? കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും യഥാക്രമം ഉച്ചയ്ക്ക് 2 മണിക്കും സൂര്യോദയത്തിന് തൊട്ടു മുൻപായി കണക്കാക്കുന്നത് എന്തിന്? അതിന്റെ ഉത്തരമാണ് നമ്മളിവിടെ ഈ 2 പാരഗ്രാഫായിട്ട് വായിച്ചത്. ഓക്കെ, ഇവിടെ മുതൽ ഇവിടെ വരെ അപ്പൊ വായിച്ചത് അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ആൻഡ് നമുക്ക് നേരത്തെ ബാക്കി വെച്ച പ്രവർത്തനങ്ങളിലേക്ക് പോവാം. ഭൗമവികിരണം രാത്രി കാലങ്ങളിലാണ് കൂടുതലും സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? Why does terrestrial radiation occur mostly at night? Conduction, convection and advection are confirmed to the near atmosphere of the earth, but the atmosphere is heated mainly by terrestrial radiation. താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ അന്തരീക്ഷ താപന പ്രക്രിയകൾ ഭൂമിയോട് അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് ഭൗമവികിരണമാണ്. The incoming solar radiation take place only in the daytime due to the absence of insolation. Terrestrial radiation mostly occur at night. സൗരവികിരണം പകൽ സമയത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഭൗമവികിരണം പകൽ സമയത്ത് ചെറിയ തോതിൽ ഉണ്ടാകുന്നുവെങ്കിലും ഇവിടേക്കുള്ള സൗരവികിരണം അവസാനിക്കുന്നതോടെയാണ് ഭൗമവികിരണം ത്വരിതഗതിയിലാകുന്നത്. ആൻഡ് നോക്കൂ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദർ വാസ് നോ ഹീറ്റ് ബാലൻസിംഗ് പ്രോസസ്? താപസന്തുലന പ്രക്രിയ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? Through the heat balancing process, the surface temperature of the earth is kept balanced. The highest heat in the day and the highest cold at night would have experienced if there was no heat balancing process. Flora and fauna on earth could not have existed. പകൽ സമയത്ത് ഏറ്റവും ഉയർന്ന താപവും രാത്രിയിൽ ഏറ്റവും ഉയർന്ന തണുപ്പും അനുഭവപ്പെടും. സസ്യജന്തുജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. ഇനി ഈ ഒരു ചിത്രം വിശകലനം ചെയ്തിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സൗരവികിരണം വരുന്നതും ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്ന യൂണിറ്റ് എത്രയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റിലൊരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ചിത്രം അറിയപ്പെടുന്നത് എന്താണ്? ഹീറ്റ് ബഡ്ജറ്റ്. ഇത് ഹീറ്റ് ബഡ്ജറ്റിന്റെ ചിത്രമാണ്, അല്ലെങ്കിൽ ഇത് ഹീറ്റ് ബഡ്ജറ്റ് ആണ്. അതായത് താപസന്തുലനം അല്ലെ, താപസന്തുലനമാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണം എത്ര യൂണിറ്റ് ആണ്? 100 യൂണിറ്റ് ആണ്. പ്രതിഫലനത്തിന് വിധേയമാകുന്ന ഊർജം 35 യൂണിറ്റ് ആണ്. ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ഊർജം 51 യൂണിറ്റും അന്തരീക്ഷത്തിലെ മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്ന ഊർജം 14 യൂണിറ്റുമാണ്. ഭൗമോപരിതലത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഭൗമവികിരണത്തിന്റെ അളവ് 17 യൂണിറ്റ് ആണ്.
അന്തരീക്ഷത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഊർജത്തിന്റെ അളവ് 48 യൂണിറ്റ് ആണ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജം 65 യൂണിറ്റ്. ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജവും 65 യൂണിറ്റ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ജസ്റ്റ് ഇതാ വാട്ട് ഡസ് ദ പിക്ചർ ഷോ? എന്താണ് പിക്ചർ കാണിക്കുന്നത്? നോക്കൂ, ഹീറ്റ് ബഡ്ജറ്റ് ആണ് അല്ലെ. amount of energy reflected by the atmospheric particles and earth's surface is 35 units. Energy reaching the earth's surface is 51 units. Energy held by the atmosphere is 14 units. Direct terrestrial radiation is 17 units. Radiation from the atmosphere is 48 units and total energy received by the atmosphere and the surface of the earth is 65 units and total energy radiated back from the earth's surface and the atmosphere is 65 units. ഇത് നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റത്തെ ഒരു കാര്യം മാത്രം തരാം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആ പാരഗ്രാഫ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി അതിൽ എന്താണ് നിങ്ങൾ കാണുന്നത് മാത്രം എഴുതിയാൽ മതി. നമ്മളിപ്പോ പട്ടികപ്പെടുത്തിയത് ജസ്റ്റ് ഒന്ന് കുറിപ്പായിട്ട് എഴുതിയാൽ മതി. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. ഹീറ്റ് ബഡ്ജറ്റ് എന്ന ദൈനംദിന പ്രക്രിയയിലൂടെ ഭൗമോപരിതല താപം സന്തുലിതമായി നിലനിർത്തപ്പെടുന്നു. ഇത് പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോ കണ്ട ഈ ഒരു ടേബിൾ നിങ്ങളൊരു ചെറിയ കുറിപ്പായിട്ട് എഴുതിയാൽ മതി. എ ഹീറ്റ് ബഡ്ജറ്റ് ഈസ് ദ പെർഫെക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ ഇൻകമിംഗ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എർത്ത് ആൻഡ് ഔട്ട്ഗോയിങ് ഹീറ്റ് എസ്കേപ്പിംഗ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. If the balance is disturbed, the earth would get progressively warmer or cooler with each passing year. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇത്തിരി ലോങ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞ ഭാഗങ്ങൾ കേട്ട് നോക്കുക കേട്ടോ. അതിനോടൊപ്പം നിങ്ങൾ എഴുതി വെക്കുകയും കൂടി ചെയ്യാൻ നോട്ടൊക്കെ കൃത്യമായിട്ട്. എങ്കിൽ എക്സാമിന് സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാവും. അപ്പോഴും വീണ്ടും വീണ്ടും വീഡിയോ കേൾക്കുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇത് ഹായ് പറയാനുള്ള സമയമാണ്. ശ്രാവണ് ബിഗ് ഹായ്, അഷിമ സുഭാഷിന് ബിഗ് ഹായ്, ആത്മശ്രീക്ക് ബിഗ് ഹായ്, മിഥിലാജ് കേട്ടിക്ക് ബിഗ് ഹായ്, നന്ദനയ്ക്ക് ബിഗ് ഹായ്, മലപ്പുറത്ത് നിന്നും ഫാത്തിമ നിഷ്നയ്ക്ക് ബിഗ് ഹായ്, ആൻഡ് റഹ്മത്ത് ബാസിമ പി ബിഗ് ഹായ്, സമീഹ കെ ബിഗ് ഹായ്, ഫാത്തിമ സന ബിഗ് ഹായ്, ആൻഡ് അർഖൻ എന്നാന്ന് തോന്നുന്നു അല്ലെ, അർഖാൻ ഹരി ബിഗ് ഹായ്, ആൻഡ് തിരുവനന്തപുരത്ത് നിന്നും ഐശ്വര്യ ARന് ബിഗ് ഹായ്, റുക്സാന ഫ്രം പാലക്കാട് ബിഗ് ഹായ്, അജുമോന് ബിഗ് ഹായ്. അത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.